ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ പലരും ചോദിച്ചു, എന്തിനാണ് ഈ ഭ്രാന്ത്? ഇത് വല്ലതും നടക്കുമോ? എന്നാൽ 45 സെക്കൻഡ് ഭാരതം പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ദൂറിൽ വിറപ്പിച്ചപ്പോൾ അവിടെ 90% സജ്ജമായിരുന്നത് തദ്ദേശ ആയുധങ്ങളാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ഒരു വർഷാവസാന പത്രസമ്മേളനം. ഈ പത്രസമ്മേളനം ഇന്ത്യയുടെ ശിരസിൽ ഒരു പൊൻതൂവലായി മാറിയിരിക്കുകയാണ്. മാസങ്ങളോളം തങ്ങൾക്കേറ്റ കനത്ത ആഘാതം ലോകത്തിനു മുന്നിൽ നാണക്കേട് ഭയന്ന് മറച്ചുവെക്കാനാണ് ഇതുവരെ പാകിസ്ഥാൻ ശ്രമിച്ചത്. ഒടുവിൽ വർഷാവസാന പത്രസമ്മേളനത്തിൽ കൈപ്പറിയ ചില സത്യങ്ങൾ ഓരോന്നായി തുറന്ന് സമ്മതിച്ചു. ഇന്ത്യയുടെ ആധുനിക ഡ്രോണുകൾക്ക് മുന്നിൽ തങ്ങളുടെ പ്രതിരോധം പാളി എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്ലാനിങ്ങും കരുത്തും എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ് പാക് വിദേശകാര്യമന്ത്രിയുടെ ഈ തുറന്നു പറച്ചിൽ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തി എന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധാർ. ആക്രമണത്തിൽ സൈനിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും താവളത്തിലുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് വർഷാവസാന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം പറഞ്ഞത്. പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ധാരാളം ഡ്രോണുകൾ അയച്ചു എന്നാണ് ധാർ വ്യക്തമാക്കിയത്. 36 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 80 ഡ്രോണുകളെങ്കിലും അതിർത്തി കടന്നു. അതിൽ 79 എണ്ണം പാകിസ്ഥാൻ തടഞ്ഞു എന്നും ധാർ വിശദീകരിച്ചു. എന്നാൽ ഒരു ഡ്രോൺ സൈനിക കേന്ദ്രത്തിൽ ആക്രമണം നടത്തി എന്നും ആളുകൾക്ക് പരിക്കേറ്റെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാഹചര്യം വിലയിരുത്തുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനുമായി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ മെയ് 9 രാത്രി യോഗം ചേർന്നു എന്നും ധാർ വെളിപ്പെടുത്തി. നൂർഖാൻ വ്യോമതാവളം ആക്രമിച്ചതിലൂടെ ഇന്ത്യ തെറ്റ് ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു. ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആക്രമണം നടന്നു എന്ന് സ്ഥിരീകരിക്കുന്നതായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്ലാനിങ്ങും കരുത്തും എത്രത്തോളം ഉണ്ട് എന്ന് ഒരു ശത്രു സമ്മതിക്കുന്നു. അതും വെറും നിസ്സാരക്കാരനായ ഒരു ശത്രുവല്ല. ഓരോ നിമിഷവും ഭാരതത്തിന്റെ അടിവേരിളക്കാൻ ഓരോ നിമിഷവും തക്കം പാർത്തിരിക്കുന്ന ഒരു ശത്രു. ഭാരതത്തിന്റെ മിസൈലുകൾ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ പാകിസ്ഥാന് ലഭിച്ചത് വെറും 45 സെക്കൻഡ് മാത്രം. ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും വേഗതയും അറിയാൻ ആ 45 സെക്കൻഡ് മാത്രമേ പാകിസ്ഥാന് മുന്നിലുള്ളൂ എന്ന് പറയുമ്പോൾ അത് ചുമ്മാ പറയുന്നതല്ല. ആത്മനിർഭർ ഭാരത് എന്നത് ലോകത്തിനു മുന്നിൽ വീണ്ടും തെളിയുകയാണ്. 2025 ഏപ്രിൽ മാസത്തിൽ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ 26 നിരപരാധികളായ സാധാരണക്കാരെ കൊന്നൊടുക്കിയ ഭീകര ആക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി കേവലം ഒരു തിരിച്ചടിയല്ല, മറിച്ച് ശത്രുവിന്റെ സൈനിക ആസ്ഥാനങ്ങളുടെ അടിത്തറ ഇളക്കിയ കൃത്യതയാർന്ന ഒരു തന്ത്രപ്രധാന നീക്കമായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായി മെയ് 7 പുലർച്ചെയാണ് ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത്. പക്കധിനിവേശ കാശ്മീരിലെ 9 ഭീകര ക്യാമ്പുകളെ ചുട്ടു ചാമ്പലാക്കിക്കൊണ്ടായിരുന്നു തുടക്കം. എന്നാൽ ഭീകര കേന്ദ്രങ്ങൾക്കപ്പുറം അവർക്ക് താവളം ഒരുക്കുന്ന പാകിസ്ഥാന്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യമിടാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. റാവൽപിണ്ടിയിലെ അതിപ്രധാനമായ നൂർഖാൻ വ്യോമതാവളമടക്കം 11 വ്യോമതാവളങ്ങളെയാണ് ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും ഉന്നം വെച്ചത്. വെറും 36 മണിക്കൂറിനുള്ളിൽ 80ഓളം ഡ്രോണുകളാണ് അതിർത്തി കടന്ന് പാക് വ്യോമതാവളങ്ങളിലേക്ക് കുതിച്ചെത്തിയത്. ഇതിൽ ഭൂരിഭാഗവും തടഞ്ഞു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും നൂർഖാൻ ബേസിലുണ്ടായ സ്ഫോടനങ്ങളും നാശനഷ്ടങ്ങളും ഒരിക്കലും അവർക്ക് നിഷേധിക്കാനായില്ല. ആക്രമണത്തിന്റെ വ്യാപ്തി കുറച്ചു കാണിക്കാൻ പാക് ഭരണകൂടം ശ്രമിക്കുമ്പോഴും പുറത്തുവരുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ട പട്ടികയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന കാലയളവിൽ കൊല്ലപ്പെട്ട 138 സൈനികരുടെ വിവരങ്ങളുണ്ട്. നാശനഷ്ടങ്ങൾ നിസ്സാരമാണെന്ന പാക് വാദത്തെ ഇന്ത്യൻ ആർമി വെറ്ററൻ ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലൻ ശക്തമായി തള്ളിക്കളയുന്നു. നൂർഖാൻ വ്യോമതാവളത്തിന് പുറമെ സർഗോധ, റഫീഖി, ജേക്കബാബാദ് തുടങ്ങിയ കേന്ദ്രങ്ങൾക്കും കനത്ത നാശമുണ്ടായതായി ഉപഗ്രഹ ചിത്രങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യ തൊടുത്തുവിട്ട മിസൈലുകൾ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ പാകിസ്ഥാന് ലഭിച്ചത് വെറും 45 സെക്കൻഡ് മാത്രമായിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും വേഗതയും ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് നൽകുന്ന പാഠം വളരെ ലളിതമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് കനത്ത വില നൽകേണ്ടി വരും. ഇന്ത്യയുടെ 90% തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഈ ആക്രമണം ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പിക്കുന്നതാണ്. വെറുമൊരു മിന്നലാക്രമണം എന്നതിൽ ഉപരി ശത്രുവിന്റെ സൈനിക അച്ചടക്കത്തെയും പ്രതിരോധ സംവിധാനങ്ങളെയും പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ഓപ്പറേഷന്റെ വിജയം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം കൂടുതൽ ശക്തമായതിന്റെ സൂചനയായാണ് വിദേശ നിരീക്ഷകർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.